ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫ്ലവറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നീളമുള്ള ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കിച്ചൺ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് അതില്ലെങ്കിൽ അതിന് പകരമായിട്ട് നോർമലി നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ പല കളറിൽ വരുന്നത്, അതെടുത്താലും മതി കേട്ടോ. ഇനി ആ ടിഷ്യൂ പേപ്പറിന് 3 പീസായിട്ട് മടക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ 3 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും മടക്കി ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ആ 3 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ബാംബൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാംബൂ സ്റ്റിക്കോ ഈർക്കിളിയോ കമ്പിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ ടിഷ്യൂ പേപ്പറിനെ നമുക്കതിലൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഫസ്റ്റ് പേപ്പർ അങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് മറ്റ് 2 പേപ്പറും കൂടെ ചുറ്റി കൊടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ 3 പീസും അങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പെറ്റൽസും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ക്രീപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീപ്പ് പേപ്പറോ കളർ പേപ്പറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ ആ ഫ്ലവറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറ്, എഗ് ഷെല്ല്, പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട്, റിബണ്, കളർ പേപ്പറൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. വൈറ്റ് പേപ്പർ വെച്ചിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കണേ. പിന്നെ വേറെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് നോക്കൂ കേട്ടോ. ഇനി ആ ഫ്ലവർ സ്റ്റിക്കിൽ ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് ടൈപ്പ് ടിഷ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ പേര് നമുക്ക് ട്രൈ പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ് കേട്ടോ. തിങ്കൾ, ബുധൻ, ശനി വൈകുന്നേരം 5:30ക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്